നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടക്കാല ജാമ്യം നീട്ടണം, ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന കെജ്രിവാളിന്റെ ആവശ്യം തള്ളി സുപ്രീം കോടതി. CMRL ചട്ടം പാലിച്ചില്ല, ആർക്കും സമൻസ് അയക്കാൻ അധികാരമുണ്ട്, ഹൈക്കോടതിയിൽ ED. മുല്ലപ്പെരിയാർ പുതിയ അണക്കെട്ട്, തമിഴ്നാടിന്റെ സമ്മർദ്ദം ഫലിച്ചു, പരിസ്ഥിതി മന്ത്രാലയം യോഗം മാറ്റി. സ്വാതിയുടെ ആരോപണത്തിൽ എന്ത് നടപടിയെടുത്തെന്ന് വനിതാ കമ്മീഷൻ, ദീപക് കുമാറിന് ജാമ്യമില്ല. കനത്ത മഴ തുടരുന്നു, വെള്ളക്കെട്ടിൽ മുങ്ങി നഗരങ്ങൾ. വാർത്തകൾ വിശദമായി. ഇടക്കാല ജാമ്യം നീട്ടിക്കിട്ടണമെന്ന് കാണിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന അപേക്ഷ സുപ്രീം കോടതി തള്ളി. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇടക്കാല ജാമ്യം ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി ജൂൺ 1 വരെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കു ശേഷം ജൂൺ 2-ന് കെജ്രിവാളിന് തിഹാർ ജയിലിൽ തിരികെ പ്രവേശിക്കണം. ഹർജി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് കൈമാറുമെന്നും ഇക്കാര്യത്തിൽ എപ്പോൾ വാദം കേൾക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുമെന്നും ജസ്റ്റിസ് JK മഹേശ്വരി, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം 7 ദിവസത്തേക്ക് കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഇന്നലെയായിരുന്നു. 2021-22 ഡൽഹി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ സഞ്ജയ് സിംഗ്, മനീഷ് സിസോദിയ എന്നിവർക്ക് പങ്കുണ്ടെന്ന് BJP ആരോപിച്ചതായി ഒരു പത്രസമ്മേളനത്തിൽ കെജ്രിവാൾ പറഞ്ഞു. രാജ്യവ്യാപകമായി 500-ലധികം റെയ്ഡുകൾ നടത്തുകയും നിരവധി അറസ്റ്റുകൾ നടത്തുകയും ചെയ്തിട്ടും തെറ്റായ നടപടികളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കെ പരിശോധിച്ചതിൽ പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ജഡ്ജി പിന്മാറി. ജസ്റ്റിസ് A ബദറുദ്ദീനാണ് നടിയുടെ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും കാരണം വ്യക്തമാക്കാതെ പിന്മാറിയത്. ഹർജി ജസ്റ്റിസ് PG അജിത് കുമാർ പിന്നീട് പരിഗണിക്കും. വിചാരണ കോടതി നടത്തിയ അന്വേഷണം ശരിയായ രീതിയിലല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിജീവിത ഹർജി നൽകിയിരുന്നത്. ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക പോലീസ് ടീം അന്വേഷിക്കണമെന്നാണ് ആവശ്യം. മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ തെളിവ് സൂക്ഷിക്കുന്നതിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിരുന്നു. ഇതാണ് ജസ്റ്റിസ് K ബാബുവിന്റെ ബെഞ്ച് ഇന്നലെ തീർപ്പാക്കിയത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ദുരൂഹ ഇടപാടിൽ CMRLനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ. ചട്ടങ്ങൾ പാലിച്ചല്ല CMRL പ്രവർത്തിച്ചിരുന്നതെന്നത് 2019 ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ED വ്യക്തമാക്കി. പാരിസ്ഥിതിക പ്രശ്നങ്ങളടക്കം നേരിടേണ്ട സാഹചര്യത്തിൽ കമ്പനിയുടെ സുഗമമായ പ്രവർത്തനത്തിന് രാഷ്ട്രീയക്കാർ അടക്കമുള്ളവർക്കാണ് പണം നൽകിയതെന്ന് കമ്പനി അധികൃതർ ആദായ നികുതി വകുപ്പിന് മുന്നിൽ സമ്മതിച്ചിട്ടുണ്ടെന്നും ED പറഞ്ഞു. എക്സാലോജിക് CMRL അനധികൃത പണമിടപാട് സംബന്ധിച്ച കേസിൽ ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്ത, കമ്പനി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നൽകിയ ഹർജിയിലാണ് ED സത്യവാങ്മൂലം നൽകിയത്. എതിർ സത്യവാങ്മൂലം നൽകാൻ ഹർജിക്കാർ സമയം തേടിയതിനെ തുടർന്ന് ജസ്റ്റിസ് TR രവി ഹർജി ജൂൺ 7-ന് പരിഗണിക്കാൻ മാറ്റി. ECIR രജിസ്റ്റർ ചെയ്യുന്നത് മൂലം ഒരു വ്യക്തിയും കുറ്റക്കാരനാകുന്നില്ലെന്നും ഭാവിയിൽ വിചാരണയ്ക്ക് സാധ്യത ഉണ്ടാകാമെന്നും മാത്രമെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. ECIR അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി ഉണ്ടാക്കുന്ന ആഭ്യന്തര രേഖ മാത്രമാണ്. ഒരു കേസിൽ ECIR രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ECIR ഇല്ല എന്നതുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നിയമപരമല്ലാതാവുകയും ഇല്ല. അതുകൊണ്ട് തന്നെ ECIR റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ കഴമ്പില്ലെന്നും ED ചൂണ്ടിക്കാട്ടി. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിലെ വിധി പരസ്യപ്പെടുത്താനോ ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ EDയെ അനുവദിക്കരുതെന്നുമായിരുന്നു ഹർജിക്കാരുടെ മറ്റൊരു വാദം. എന്നാൽ വിധി പരസ്യപ്പെടുത്തരുതെന്ന് കർശനമായ നിർദ്ദേശമില്ല എന്ന് മാത്രമല്ല, ഇന്റർനെറ്റിൽ വിധിന്യായം ലഭ്യവുമാണ്. CMRLനെതിരെ ഒട്ടേറെ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും 2023 ഓഗസ്റ്റ് 30-ന് ലഭിച്ച ഒരു പരാതിയിൽ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയും ഉൾപ്പെടുമെന്നും ED പറയുന്നു. ആർക്കും സമൻസ് അയക്കാനുള്ള അധികാരമുണ്ടെന്നും ED വ്യക്തമാക്കി. സമൻസ് ലഭിക്കുന്നവർക്ക് ഹാജരാകാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അന്വേഷണത്തിനും കൂടുതൽ വസ്തുതകൾ ശേഖരിക്കാനും സമൻസ് അയക്കാൻ EDക്ക് അധികാരമുണ്ട്. SFIOയ്ക്ക് മാത്രമാണ് വിഷയത്തിൽ അന്വേഷണത്തിന് അധികാരമെന്ന CMRL വാദം തെറ്റാണ്. കമ്പനി നിയമപ്രകാരമാണ് SFIO അന്വേഷണം. എന്നാൽ ED അന്വേഷണം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ്. ഭാവിയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്ന സാധ്യതയുടെ പേരിൽ സമൻസിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവില്ലെന്നും ED സത്യവാങ്മൂലത്തിൽ പറയുന്നു.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുന്നോടിയായി ഇന്ത്യ സഖ്യം വിളിച്ചു ചേർത്ത യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസ് പങ്കെടുത്തേക്കില്ലെന്ന് സൂചന. അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ചൂണ്ടിക്കാട്ടി തൃണമൂൽ വിട്ടുനിന്നേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ജൂൺ 1 ബംഗാളിൽ 9 മണ്ഡലങ്ങളിൽ പോളിംഗ് നടക്കുന്നുണ്ട്. തൃണമൂൽ അധ്യക്ഷ മമതാ ബാനർജി, ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി എന്നിവർക്ക് അവസാന ഘട്ടത്തിലാണ് വോട്ട്. ഇതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് യോഗത്തിൽ നിന്ന് പാർട്ടി വിട്ടുനിൽക്കുന്നത്. ഇക്കാര്യം യോഗത്തിന്റെ സംഘാടകരെ അറിയിച്ചുവെന്നും വിവരമുണ്ട്. ഇതുവരെ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗങ്ങളിലെല്ലാം തൃണമൂൽ പങ്കെടുത്തിട്ടുണ്ട്. അതേസമയം ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസുമായോ ഇടതു പാർട്ടികളുമായോ സീറ്റ് ധാരണയ്ക്ക് തൃണമൂൽ തയ്യാറായിരുന്നില്ല. ഉത്തർപ്രദേശിൽ ഒരു സീറ്റിൽ SSPക്കും കോൺഗ്രസിനുമൊപ്പം ചേർന്ന് മത്സരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനും ഫലപ്രഖ്യാപനത്തിനും ശേഷം സ്വീകരിക്കേണ്ട നടപടികളും ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചു ചേർത്തത്. അടുത്ത സർക്കാർ രൂപീകരണം സംബന്ധിച്ചും ചർച്ച നടത്തേക്കുമെന്നാണ് നേതാക്കൾ അറിയിച്ചിരുന്നത്. ഡൽഹി മദ്യനയ കേസിൽ ഇടക്കാല ജാമ്യത്തിൽ കഴിയുന്ന കേജ്രിവാളിന് ജൂൺ 2 തീഹാർ ജയിലിലേക്ക് മടങ്ങണം. ഇതുകൂടി കണക്കിലെടുത്താണ് ജൂൺ 1 യോഗം ചേരുന്നത്. ജമ്മു കാശ്മീരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഉയർന്ന വോട്ടിംഗ് ശതമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുന്നു. ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീരിനു വൈകാതെ സംസ്ഥാന പദവി തിരികെ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ച സെപ്റ്റംബർ 30 കാശ്മീരിൽ തിരഞ്ഞെടുപ്പുണ്ടായേക്കും. സുരക്ഷാ സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ സെപ്റ്റംബറിൽ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടുത്തിടെ നടത്തിയ പ്രസംഗങ്ങളിലും സെപ്റ്റംബറിൽ സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പുണ്ടാകുമെന്ന് സൂചിപ്പിച്ചിരുന്നു. സംസ്ഥാന പദവി തിരിച്ചു നൽകാനുള്ള നടപടികളും എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക സമുദായങ്ങളുടെ സർവേ പൂർത്തിയായാലേ സംവരണ മണ്ഡലങ്ങൾ സംബന്ധിച്ചു തീരുമാനമെടുക്കാനാവൂ എന്നതിലാണ് സെപ്റ്റംബർ വരെ നീളുന്നത് എന്നറിയുന്നു. മണ്ഡല വിഭജനം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് സെപ്റ്റംബർ 30 തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 35 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ പോളിംഗ് ആണ് കാശ്മീരിൽ രേഖപ്പെടുത്തിയത്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിലും 25% വർധനയുണ്ടായി. 5 ലോക്സഭാ മണ്ഡലങ്ങളിലുമായി ആകെ 58.46% പോളിംഗ് ആണ് ഉണ്ടായത്. താഴ്വരയിലെ ശ്രീനഗർ, ബാരാമുള്ള, അനന്ത്നാഗ്, രജൌരി എന്നിവിടങ്ങളിൽ ഇത്തവണ യഥാക്രമം 38.49%, 59.1%, 54.84% എന്നിങ്ങനെയായിരുന്നു പോളിംഗ്. 3 ദശകത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണിതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പറയുന്നു. ജമ്മു മേഖലയിലെ ഉധംപൂരിൽ 68.27%, ജമ്മുവിൽ 72.22% എന്നിങ്ങനെയായിരുന്നു പോളിംഗ്. സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ പൂർണ്ണ സംസ്ഥാന പദവി തിരിച്ചു നൽകുമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. മണ്ഡല വിഭജനത്തിനു ശേഷം ജമ്മു കാശ്മീർ നിയമസഭയിൽ 114 സീറ്റുകളാണുള്ളത്. ഇതിൽ 24 പാക് അധിനിവേശ കാശ്മീരിലാണുള്ളത്. അതും ഇന്ത്യയുടെ ഭാഗമെന്ന നിലയ്ക്കാണ് സീറ്റ് വിഭജനം നടത്തിയിരിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പരിസ്ഥിതി ആഘാത പഠനത്തിന് കേരളത്തിന് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തയച്ചതോടെ ചൊവ്വാഴ്ച ചേരാനിരുന്ന പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി യോഗം മാറ്റിവെച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് യോഗം മാറ്റിവെച്ചതായി അറിയിപ്പ് ലഭിച്ചത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ ഏതു നീക്കവും അനുവദിക്കരുതെന്നും അങ്ങനെ ചെയ്യുന്നത് സുപ്രീം കോടതി വിധിക്കെതിരാകുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. അത് മറികടന്ന് തീരുമാനമെടുത്താൽ കോടതിയലക്ഷ്യ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെയാണ് അടിയന്തരമായി യോഗം മാറ്റിവെക്കാൻ പരിസ്ഥിതി മന്ത്രാലയം തീരുമാനിച്ചെന്നാണ് സൂചന. മുല്ലപ്പെരിയാറിലെ നിലവിലെ അണക്കെട്ട് സുരക്ഷിതമാണെന്ന് വിവിധ വിദഗ്ധ സമിതികൾ സുപ്രീം കോടതി മുൻപാകെ ബോധ്യപ്പെടുത്തിയതാണെന്ന് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി. ഇതിന് വിരുദ്ധമായി പുതിയ ഡാം പണിയാനുള്ള കേരള സർക്കാരിന്റെ നീക്കം സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്തയ്ക്കെതിരാവും. ഡാം നിർമ്മാണത്തിന് പരിസ്ഥിതി ആഘാത പഠനത്തിലുള്ള ടേംസ് ഓഫ് റെഫറൻസ് അംഗീകരിച്ച് കിട്ടാനായി കേരളം വീണ്ടും ശ്രമം നടത്തിയപ്പോൾ തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. ഇക്കാര്യത്തിലുള്ള ഏതു നടപടിയുമായി മുന്നോട്ടു പോകണമെങ്കിലും സുപ്രീം കോടതിയുടെ അനുമതി വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ 2015 പരിസ്ഥിതി ആഘാത പഠനത്തിനാവശ്യമായ നടപടികൾക്ക് സുപ്രീം കോടതിയുടെ അനുവാദം കിട്ടിയതായാണ് കേരളത്തിന്റെ വാദം. ഡാം നിർമ്മാണം ആരംഭിക്കുന്ന വേളയിൽ മാത്രമാണ് തമിഴ്നാടിന്റെ ആശങ്കകൾ പരിശോധിക്കപ്പെടേണ്ടതെന്നാണ് സുപ്രീം കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ പരിസ്ഥിതി ആഘാത പഠനത്തിനുള്ള ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിക്കാൻ മാത്രമാണ് യോഗം ചേരുന്നതെന്നിരിക്കെ ഇതിനെ തമിഴ്നാട് വളച്ചൊടിക്കുകയാണെന്നാണ് കേരളത്തിന്റെ വാദം. കോർപ്പറേഷൻ മേയറും KSRTC ഡ്രൈവറും തമ്മിലെ തർക്കവുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ യദു നൽകിയ ഹർജി കോടതി തള്ളി. മേയർ ആര്യ രാജേന്ദ്രനെതിരെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ളതായിരുന്നു ഹർജി. തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി തള്ളിയത്. കേസിൽ പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമാണെന്നും
അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും വ്യക്തമാണെന്നും കോടതി വിലയിരുത്തി. കേസിലെ പ്രതികൾ മേയറും MLA-യും ആയത് കാരണം അന്വേഷണം ശരിയായ ദിശയിൽ നടക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. സംഭവത്തിൽ മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയെന്ന് സാക്ഷിമൊഴിയും രേഖയും വ്യക്തമാക്കുന്നു. ബസ്സിലെ യാത്രക്കാരാണ് പോലീസിന് MLA ബസ്സിൽ കയറിയെന്ന് മൊഴി നൽകിയത്. കണ്ടക്ടറുടെ ട്രിപ്പ് ഷീറ്റിലും ഇക്കാര്യം രേഖപ്പെടുത്തി. തർക്കത്തിനിടെ സച്ചിൻ ദേവ് ബസ്സിൽ കയറി യാത്രക്കാരെ ഇറക്കിവിട്ടെന്നും തന്നെ ചീത്ത വിളിച്ചെന്നുമായിരുന്നു ഡ്രൈവർ യദുവിന്റെ പരാതി. എന്നാൽ ബസ്സിൽ കയറിയ സച്ചിൻ ദേവ് MLA ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറഞ്ഞെന്നാണ് യാത്രക്കാരുടെ മൊഴി. സർവീസ് തടസ്സപ്പെട്ടതിനെക്കുറിച്ച് കണ്ടക്ടർ സുബിൻ ATOയ്ക്ക് നൽകിയ ട്രിപ്പ് ഷീറ്റിലും MLA ബസ്സിൽ കയറിയെന്ന കാര്യം പറയുന്നു. സച്ചിൻ ബസ്സിൽ കയറിയ കാര്യം മേയർ സമ്മതിച്ചിരുന്നില്ല. ആദ്യമായി ഇക്കാര്യം പറഞ്ഞത് മേയറെ പിന്തുണയ്ക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ AA റഹീമായിരുന്നു. ബസ് തടഞ്ഞിരുന്നില്ലെന്ന മേയറുടെ വാദം CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ പൊളിഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ MLA ബസ്സിൽ കയറിയതിന്റെ സ്ഥിരീകരണം വരുന്നത്. ഇതിനിടെ ഡ്രൈവർ യദുവിനെതിരായ മേയറുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ചു. ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്നാണ് മേയറുടെ പരാതി. ഇത് പരിശോധിക്കാൻ പട്ടം മുതൽ PMG വരെ അതേ ബസ്സും കാറും ഓടിച്ചായിരുന്നു വെള്ളിയാഴ്ച രാത്രി 10 മണിക്കുള്ള പുനരാവിഷ്കരണം. പ്ലാമൂഡിലെ സിഗ്നൽ ലൈറ്റിൽ നിന്നും PMGയിലേക്ക് പോകുമ്പോൾ കാറിന്റെ ഇടതുവശത്തു കൂടി പല പ്രാവശ്യം ബസ് മറികടക്കാൻ ശ്രമിച്ചുവെന്നാണ് മേയറുടെ പരാതി. പിൻസീറ്റിൽ നിന്നും നോക്കിയപ്പോൾ ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്നും പറയുന്നു. പിന്നിൽ നിന്നും മേയർ നോക്കിയാൽ ഡ്രൈവറെ കാണാനാകുമോ എന്നായിരുന്നു പ്രധാന സംശയം. അപ്പോഴുള്ള വെട്ടത്തിൽ പിൻസീറ്റ് യാത്രക്കാരിക്ക് ഡ്രൈവറെ കാണാൻ കഴിയുമെന്നാണ് പോലീസ് അനുമാനം. പുനരാവിഷ്കരിച്ച കാര്യങ്ങൾ പോലീസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കുറ്റപത്രത്തോടൊപ്പം ഇതും നൽകും. അതേസമയം പ്രധാന തൊണ്ടി മുതലായ മെമ്മറി കാർഡ് ആര് കൊണ്ടുപോയെന്ന് ഇനിയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാതി മലിവാളിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ബിഭവ് കുമാറിന് ജാമ്യമില്ല. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സെക്രട്ടറിയായ ബിഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ ഡൽഹി തീസ് ഹസാരി കോടതി തള്ളി. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ബിഭവിന്റെ ജാമ്യാപേക്ഷ 2ാം തവണയാണ് കോടതി തള്ളുന്നത്. ബൈഭവ് കേസന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും മൊബൈൽ ഫോൺ പാസ്വേഡ് കൈമാറുന്നില്ലെന്നും പോലീസ് കോടതിയിൽ പറഞ്ഞിരുന്നു. ബൈഭവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ കോടതിയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. അതേസമയം വധഭീഷണിയും ലൈംഗിക അതിക്രമണ ഭീഷണിയും നേരിടുന്നുവെന്ന സ്വാതി മലിവാളിന്റെ ആരോപണത്തിൽ സ്വീകരിച്ച നടപടികൾ വിശദമാക്കാൻ ആവശ്യപ്പെട്ട് ഡൽഹി പോലീസ് കമ്മീഷണർക്ക് വനിതാ കമ്മീഷൻ കത്തയച്ചു. ഇതുവരെ കൈക്കൊണ്ട നടപടികൾ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മയാണ് കത്തയച്ചത്. 3 ദിവസത്തിനകം റിപ്പോർട്ട് കൈമാറണം. AAP പാർട്ടി നേതാക്കളും അണികളും ചേർന്ന് നടത്തുന്ന പ്രചാരണങ്ങളെ തുടർന്ന് നിരന്തരമായ വധഭീഷണിക്കും ബലാത്സംഗ ഭീഷണിക്കും ഇരയാകുന്നതായി കഴിഞ്ഞ ദിവസം സ്വാതി മലിവാൾ ആരോപിച്ചിരുന്നു. യൂട്യൂബർ ധ്രുവ് റാട്ടി ഏകകക്ഷീയമായി വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഭീഷണി വർദ്ധിച്ചതായി മലിവാൾ ആരോപിച്ചിരുന്നു. തന്റെ ഭാഗം വ്യക്തമാക്കാൻ ധ്രുവ് റാട്ടിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. വീഡിയോയുടെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ മാത്രം പുറത്തുവിട്ട ശേഷം പ്രതിയുടെ ഫോൺ ഫോർമാറ്റ് ചെയ്തു. കുറ്റകൃത്യം നടന്ന മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രതി അറസ്റ്റിലായത്. വീണ്ടും അവിടേക്ക് എങ്ങനെ ബൈഭവിന് പ്രവേശനം ലഭിച്ചുവെന്നും സ്വാതി X പ്ലാറ്റ്ഫോമിലൂടെ ചോദിച്ചിരുന്നു. പാർട്ടിയിൽ നിന്നും രാജിവെക്കില്ലെന്നും സ്വാതി പറഞ്ഞു. തൃശൂർ പെരിഞ്ഞനത്ത് കുഴിമന്തി കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ മരിച്ചു. പെരിഞ്ഞനം കുറ്റിക്കടവ് സ്വദേശി ഉസൈബയാണ് ഇന്ന് പുലർച്ചെ തൃശൂർ മെഡിക്കൽ കോളേജിൽ മരിച്ചത്. പെരിഞ്ഞനം 3 പീടികയിലെ സെയിം റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്കാണ് കഴിഞ്ഞ ശനിയാഴ്ച ഭക്ഷ്യവിഷബാധയേറ്റത്. ഉസൈബയുടെ വീട്ടിലേക്ക് പെരിഞ്ഞനം 3 പീടികയിലെ സെയിൻ റെസ്റ്റോറന്റിൽ നിന്നും കുഴിമന്തി പാഴ്സൽ വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കുകയായിരുന്നു. കുഴിമന്തിക്കൊപ്പമുള്ള മയോണൈസിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇന്നലെ രാവിലെ മുതലാണ് പനിയും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായതിനെ തുടർന്ന് ഇവർ ചികിത്സ തേടിയത്. ഇവരുടെ ബന്ധുക്കളായ 3 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. 178 പേരാണ് ഭക്ഷ്യവിഷബാധയേറ്റതിനെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുന്നത്. പെരിഞ്ഞനം വടക്കേ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നും കുഴിമന്തി അടക്കമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചവർക്കാണ് വിഷബാധയേറ്റത്. സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗവും ഹോട്ടലിൽ പരിശോധന നടത്തി ഹോട്ടൽ അടപ്പിച്ചിരുന്നു. ഇവിടെ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് കൊണ്ടുപോയെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മഴ മുന്നറിയിപ്പുകൾ പുതുക്കി. 2 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കോട്ടയത്തും എറണാകുളത്തുമാണ് റെഡ് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വയനാടും കാസർഗോഡും കണ്ണൂരും ഒഴികെ മറ്റ് 11 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്.
കനത്ത മഴയിൽ സംസ്ഥാനത്ത് ഇന്ന് മാത്രം 3 മരണം. ശക്തമായ മഴയിലും കാറ്റിലും വീട്ടുമുറ്റത്ത് നിന്ന് തെങ്ങ് ദേഹത്ത് വീണ് യുവാവ് മരിച്ചു. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. എറണാകുളം വേങ്ങൂരിൽ കുളിക്കാനിറങ്ങിയ 10ാം ക്ലാസ് വിദ്യാർത്ഥി തോട്ടിൽ മുങ്ങി മരിച്ചു. കനത്ത മഴയിൽ തെക്കൻ കേരളത്തിലും ദുരിതമാണ്. കൊല്ലത്തും തിരുവനന്തപുരത്തും റോഡുകളിലെ വെള്ളക്കെട്ടുകൾ ഗതാഗതത്തിന് തടസ്സമായി. കൊല്ലത്ത് അർദ്ധരാത്രി മുതൽ ഇടവിട്ട് ശക്തമായ മഴയുണ്ട്. കാവനാട് പറക്കുളം ഭാഗങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. ദേശീയപാതയിൽ ചാത്തന്നൂർ മുതൽ പരിപ്പള്ളി വരെ വെള്ളക്കെട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുണ്ടറ ചീരങ്കാവിന് സമീപം രാത്രി മരം വീണ് വൈദ്യുതി ലൈനുകൾ തകർന്നു. സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന 2 വാഹനങ്ങളുടെ ചില്ലുകൾ മരത്തിന്റെ ചില്ലകൾ വീണ് തകർന്നു. വാളകത്ത് MC റോഡിൽ വെള്ളക്കെട്ടുണ്ടായി. തിരുവനന്തപുരത്ത് നഗരമേഖലയിലും ഉൾപ്രദേശങ്ങളിലും മഴ കനത്തു. എറണാകുളം ബൈപ്പാസിലടക്കം ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. കൊച്ചി ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് IT സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സമയത്ത് എത്താനായില്ല. നഗരത്തോട് ചേർന്ന താഴ്ന്ന മേഖലകളിലെ വീടുകളിലും വെള്ളം കയറി. ഫോർട്ട് കൊച്ചിയിൽ KSRTC ബസിന് മുകളിലേക്ക് മരം വീണെങ്കിലും ആർക്കും പരിക്കില്ല. കളമശ്ശേരിയിൽ വെള്ളം ഉയർന്നതോടെ ഒറ്റപ്പെട്ടു പോയവരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.